ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായി. പോണേക്കാളും മുന്നത്തെ ഫസ്റ്റ് ചടങ്ങ് എന്തായിരിക്കും? പെട്ടി ഒതുക്കല്. അതെന്നെ പരിപാടി. അന്ന് വന്നപ്പോൾ ലിത്വേനിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ മേളിൽ കയറ്റി വെച്ച പെട്ടിയാണ്. ഇത് വീണ്ടും ഒതുക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ട്. സത്യം പറയാലോ, പോവാൻ എനിക്ക് വലിയ മനസ്സില്ല. ഒരു 4 മാസം നാട്ടിൽ നിന്നപ്പോഴേ നാടങ്ങോട് പിടിച്ചു. മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി. ഇവിടുന്ന് പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ പോകാണ്ട് പറ്റില്ല. പോയില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു വലിയ നഷ്ടമായി പോകും. അപ്പം ഞാൻ പോകാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പെട്ടി ഒതുക്കലാണ് ഫസ്റ്റ് പരിപാടി. അങ്ങനെ മൈൻഡ് വേറൊരു സ്ഥലത്താണ്. അതായത് അയ്യോ പോണം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാവർക്കും ഉള്ളതാണ്. നാട്ടിൽ നിന്ന്, അതായത് ഇവിടെ വന്ന നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എല്ലാവരും മനസ്സിൽ വരുന്ന സ്വാഭാവികമായ ചിന്തയാണത്. ഓക്കെ, ഇപ്പം നമുക്ക് പെട്ടി ഒതുക്കണം. അതിന് മുന്നേ മൊത്തം സാധനങ്ങൾ വേണം. അപ്പം ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത്, പെട്ടി ഒതുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് വെയിറ്റ് നോക്കണം. ഒരു മെഷീൻ വേണം. ഇത് എൻ്റെ ഭാഗ്യത്തിന് എനിക്കത് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ വാങ്ങി വെച്ചു. സാധനം ഇപ്പോൾ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വയ്ക്കുക. 2 ദിവസം മുന്നാണ് ഞാനത് ഓർഡർ ചെയ്തത്. സംഭവം പിറ്റേ ദിവസം എത്തി. ഉപകാരമായി. വലിയ പൈസ ഒന്നുമില്ല, 450 രൂപ. ഞാൻ പറയുകയാണെങ്കിൽ ഇടയ്ക്ക് വന്നു പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സാധനം ഭയങ്കര അത്യാവശ്യമില്ല, എന്നാലും നമുക്ക് വാങ്ങി വെക്കാം. ഉപകാരമുള്ള സാധനമാണ്. വെയിറ്റ് നോക്കുന്ന മെഷീനാണല്ലോ, അപ്പോൾ എന്തായാലും ഉപകാരപ്പെടില്ലോ. മെയിനായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ എന്തായാലും ഇങ്ങനെ വെയിറ്റ് നോക്കാൻ വേണ്ടി, ഫ്ലൈറ്റിൽ പോകുമ്പോൾ വെയിറ്റ് നോക്കാൻ വേണ്ടി എന്തായാലും ഉപകാരപ്പെടും. പിന്നെ എനിക്ക് എത്ര കിലോ കൊണ്ടുപോകാൻ വെച്ചാൽ എൻ്റെ ടിക്കറ്റിലേക്ക് 46 കിലോ സാധനം കൊണ്ടുപോകും. 46 കിലോ 46 കിലോ വലിയൊരു എമൗണ്ട് ആണ്. പക്ഷെ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. ഞാൻ ചെയ്ത വലിയൊരു മണ്ടത്തരം, എനിക്ക് ക്യാബിൻ്റെ ഉള്ളിൽ, അതായത് ഫ്ലൈറ്റിൽ കയറുമ്പോൾ എനിക്ക് ബാഗ് പിടിക്കാൻ പറ്റില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പറ്റും, എൻ്റെ ലാപ്ടോപ്പ് പിടിക്കാൻ പറ്റും, ബാക്കി ഒരു സാധനം പിടിക്കാൻ പറ്റും. അത് വലിയൊരു മണ്ടത്തരാണ്. നിങ്ങളെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ. ഞാനൊരു ചെറിയ മണ്ടത്തരം കാണിച്ചു. എനിക്ക് അത് എക്സ്ട്രാ ആഡ് ചെയ്യാനും പറ്റുന്നില്ല. ആകെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുക 46 കിലോ ആണ്. ഇതാണ് ഞാൻ വാങ്ങിയ വെയിങ് മെഷീൻ. ആകെ 450 വരുന്നുള്ളൂ. 450 രൂപയ്ക്ക് ഇത് വലിയ നഷ്ടമൊന്നുമല്ല, നമുക്ക് ഉപകാരമാണ്. മാക്സിമം 180 കിലോ വരെ അളക്കാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് എന്തായാലും അളക്കേണ്ടിയൊന്നും വരില്ല. എന്തായാലും ഞാൻ വാങ്ങി. ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ചടങ്ങ് പിടിച്ച പരിപാടി നമ്മുടെ ക്യാബിൻ, നമ്മുടെ ഈ ചെക്ക് ഇൻ ബാഗ്, അതായത് പെട്ടി വെയിറ്റ് നോക്കി കൊണ്ടുപോലാണല്ലോ. അതെല്ലാവർക്കും അറിയുന്ന കാര്യം, പോകുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയുന്ന കാര്യമാണ്. അതില്ലെങ്കിൽ നമുക്ക് നല്ല ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ആദ്യത്തെ തവണ ലിത്വേനിയയിൽ പോകുന്ന സമയത്ത് ചെറിയൊരു പണി കിട്ടേണ്ടതായിരുന്നു. രക്ഷപ്പെട്ടു. അന്നത്തെ ഫ്ലൈറ്റിൻ്റെ ആൾക്കാർ വലിയ സീനില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അവിടെ എന്തോ തല്ലി പൊളിക്കുന്നുണ്ടായിരുന്നു. ആരെന്തോ തല്ലി പൊളിക്കുന്നുണ്ട് അവിടെ. എന്തെങ്കിലും അവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെയാണ് സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെയിറ്റ് നോക്കണ മെഷീൻ. വലിയ സംഭവമൊന്നുമില്ല. ഇതിൽ വെയിറ്റ് നോക്കാം, അത്രയുള്ള പരിപാടി വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇതുകൊണ്ട് എന്ത് ഗുണം? ഇതന്നെ പരിപാടി. ഇനി വെയിറ്റ് നോക്കാൻ സാധനങ്ങൾ വേണമല്ലോ, അപ്പോൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങണം. പിന്നെ എബ്രോഡ് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകേണ്ടത്? ഞാൻ ശരിക്കും ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം, എബ്രോഡ് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകേണ്ടതെന്ന് കുറേ പേർക്ക് സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് കൊണ്ടുപോകേണ്ടത് ഫുഡ് ഐറ്റംസ് ആണ്. ഡ്രസ്സും തേങ്ങയും വാങ്ങിയൊന്നും നിങ്ങൾക്ക് അത്യാവശ്യമേ വരില്ല. അതായത് ഡ്രസ്സും നമ്മൾ വിചാരിക്കും ഡ്രസ്സൊക്കെയാണ്. ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് അവിടെ ചീപ്പായിട്ടും കിട്ടും, എക്സ്പെൻസീവ് ആയിട്ടും കിട്ടും, രണ്ടായിട്ടും കിട്ടും. പക്ഷേ നമ്മുടെ ഫുഡ് ഐറ്റംസ് കാര്യമായിട്ട് അവിടെ കിട്ടില്ല. അതുകൊണ്ട് ഫുഡ് ഐറ്റംസിന് മാക്സിമം കൊണ്ടുപോകേണ്ടത്. പോകുന്നതിനേക്കാൾ മുന്നേ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് കണ്ടോ. ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ എനിക്ക് മസാല ഐറ്റംസ് വേണമെന്നുള്ളതാണ് ഈ ലിസ്റ്റ്. പിന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ടെന്നുള്ളതാണ്. എൻ്റെ 2 വർഷം യൂറോപ്പിൽ നിന്നൊരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഫുഡ് ഐറ്റംസ് തന്നെ കൊണ്ടുപോകുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുപോയില്ല. ഫുഡ് ഐറ്റംസ് തന്നെ കൊണ്ടുപോകുള്ളൂ. പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ജാക്കറ്റ് വാങ്ങി കൊണ്ടുപോകണം. എനിക്ക് ഓൾറെഡി ജാക്കറ്റ് അവിടെ ഉണ്ടല്ലോ. എൻ്റെ ജാക്കറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വിഷയമുള്ളതായിട്ടില്ല. ജാക്കറ്റ് ഷൂ ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കാനുള്ള സാധനം നമ്മുടെ നാട്ടിൽ അതേ വിലയ്ക്കൊക്കെ അവിടെ കിട്ടും. ഇപ്പോൾ വലിയ ഭയങ്കരമായ വില കൂടുതലൊന്നും എനിക്ക് തോന്നിയില്ല. സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതൊക്കെ പല രീതികളുണ്ട്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സെല്ലോട്ടൊക്കെ വെച്ച് ഭയങ്കര വലിഞ്ഞു ചുറ്റി അങ്ങനത്തെ പരിപാടിയാണ്. കാരണം ഇവിടുന്ന് അവിടെ വരെ സേഫായിട്ട് എത്തണമല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ വാങ്ങാനുള്ള മസാല ഐറ്റംസ് ഞാൻ കുറച്ചൊക്കെ അമ്മ തന്നിട്ടുണ്ട്. അമ്മയുടെ കളക്ഷനിൽ നിന്ന് ഞാൻ കുറച്ച് മസാല ഐറ്റംസ് ഇസ്കി, അതായത് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ പരിപാടികളൊക്കെ അമ്മയുടെ കളക്ഷനിൽ നിന്ന് അലക്കി. ചിക്കൻ മസാല, ഗരം മസാല പോയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, പിന്നെ ഏലക്കായ സംഭവങ്ങളൊക്കെ നല്ല ക്വാളിറ്റി സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുള്ളൂ. എന്തായാലും എനിക്കുള്ള പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസ് പോയി വാങ്ങണം. അതിനാണ് ഇനി അടുത്ത പരിപാടി. നേരെ സഞ്ചി എടുക്കുന്നു, പോയി ഫുഡ് ഐറ്റംസ് വാങ്ങുന്നു, വരുന്നു, വെയിറ്റ് നോക്കുന്നു, പാക്ക് ചെയ്യുന്നു. അപ്പോൾ പോയി ഫുഡ് ഐറ്റംസ് വാങ്ങിയാലോ? ബാ. അങ്ങനെ നമ്മുടെ പലചരക്ക് പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് നമുക്ക് ഡ്രസ്സ് പർച്ചേസിങ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്റ്റുഡിയോയിൽ പോകണം, ഡ്രസ്സ് എടുക്കണം, വരണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ പരിപാടി ഇവിടെ നിന്ന് എത്തിയിട്ട് നമുക്ക് നേരെ ഡ്രസ്സ് എടുക്കാൻ പോവാം. ബാ. ഹലോ, അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ചെത്ത് പതിനായിട്ടാ. ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. ബാ. ഇതാണ് ഷോപ്പിങ്ങിന് വന്നുള്ള പ്രശ്നം. എല്ലാം എടുക്കാൻ തോന്നും. എനിക്കാണെങ്കിൽ ഇപ്പോൾ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് പ്രശ്നം. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയി ഞാനാ വിചാരിച്ചെല്ലാം എടുത്തത്, പക്ഷെ എടുത്തു. ഇതെനിക്ക് ആവശ്യമുള്ളായിരുന്നു. അങ്ങനെ ഒരു ജീൻസ് എടുത്തു. കൂട്ടത്തിൽ
ഒരു ലോഡ് ഇതും വാങ്ങി. എന്ത് മറ്റേ പ്ലാസ്റ്റിക് ഡപ്പുകൾ. ഇതിൽ വേണം നമുക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ. എൻ്റെ പാക്കിങ് വേറൊരു ടൈപ്പാണ്. ഞാൻ പാക്ക് ചെയ്യുന്ന സെറ്റപ്പ് കുറച്ച് വ്യത്യാസമാണ്. ഒന്നും ലീക്കായി പോകാനുള്ള സെറ്റപ്പിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എത്തിയപ്പോൾ എല്ലാം സേഫായിട്ട് എത്തി. ഇപ്രാവശ്യം എന്തുണ്ടാവാന്ന് കണ്ടറിയണം. ഇനി ചായ കുടിച്ച് പതുക്കെ പാക്കിംഗ് പരിപാടി തുടങ്ങാം. വിശദമായിട്ടിരുന്ന് പാക്ക് ചെയ്യണം, എന്നാലേ ഇതൊക്കെ സെറ്റാക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് വരുമ്പോൾ സുഖം, വെറുതെ പറക്കിയിട്ട് കൊടുന്നാൽ മതി. ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങനെയല്ല, കാര്യമായിട്ട് പാക്ക് ചെയ്യണം. നാട്ടിലാണല്ലോ കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോവുക, കുറച്ച് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യാം. ഹലോ, അങ്ങനെ നമ്മുടെ പർച്ചേസിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പാക്കിങ് തുടങ്ങാം. കാലത്ത് തുടങ്ങിയ പരിപാടിയാണ്. എനിക്ക് വയ്യാണ്ടായി, സത്യം വല്ലോ ഓടി വയ്യാണ്ടായി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്ത് നിനക്ക് വേറെ ആരെങ്കിലും ചെയ്യാണ്ട്? ഉണ്ട്, പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം. എനിക്കൊരു ഐഡിയ ഉണ്ട്. എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കൊരു ഐഡിയ ഉണ്ട്. എനിക്ക് വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടി. അതായത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ അല്ലെങ്കിൽ അവരെ ചീത്ത പറയും. അതാണ് പ്രശ്നം. എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ ചീത്ത പറയും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റേ ചെയ്യണം. അപ്പോൾ അവർക്കത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇപ്പോൾ പെട്ടി പാക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് സെൽഫായിട്ട്, കാരണം അവിടെ മൊത്തം സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതൊന്നും വലിയ സംഭവമല്ല. ചിലവർ വിചാരിക്കുന്നത് എന്തോ വലിയ സംഭവമാണ്. ഇതൊന്നും വലിയ സംഭവമല്ല. നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളതൊക്കെ നിസ്സാരം. ഇത് ഇത്രയുണ്ട് നമ്മുടെ പൊടി ഐറ്റംസ്. ഇത് മാത്രമല്ല, കുറച്ചും കൂടി ഉണ്ട്. ഇനി ഈ പൊടികൾ മൊത്തം നമ്മുടെ ഡപ്പയിലാക്കണം. എന്നിട്ട് ഒന്ന് ഇൻസുലേഷൻ ചുറ്റിയെടുക്കണം. കഴിഞ്ഞു, പൊടികളുടെ പരിപാടികൾ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. നമ്മുടെ സ്ഥിരം സഞ്ചി ഇതിലാണ്. ഇതെൻ്റെ ഒരു സന്തത സഹചാരിയാണ്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം. എവിടെ പോയാലും സഞ്ചി ഉണ്ടാവും. എബ്രോഡായിരുന്ന സമയത്ത് എവിടെ പോയാലും എൻ്റെ ഒരു ബാഗ് ഉണ്ടാവും. നാട്ടിലെത്തിയതിനു ശേഷം എവിടെ പോയാലും സഞ്ചി ഉണ്ടാവും. പരിപാടിയൊന്നുമില്ല. പരിപാടി ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒരു ഡപ്പ് എടുക്കുക, പൊട്ടിക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇത് സിമ്പിളായിട്ട് കയറ്റുന്നു. മല്ലിപ്പൊടി കയറ്റി, അതിൻ്റെ കൂടെ ഇത് കയറ്റി അടച്ചു. എൻ്റെ അമ്മോ, ദേ ഇത്രയും ഫുഡ് ഐറ്റംസ് നമുക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഫുഡ് ഐറ്റംസ് കേട്ടോ. ഈ ഇരിക്കുന്നത് മൊത്തം ഫുഡ് ഐറ്റംസ് മാത്രമാണ്. ഇത് എത്ര കിലോ ഇരുന്ന് ഇനി അളന്ന് നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. ഇതിൽ എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ ഇനിയും ചേർക്കാൻ പറ്റുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള അളവിന് എനിക്ക് ഓക്കെയാണ്. വലിയ ഓവറൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇതുവരെയുള്ളത് ഡ്രസ്സൊക്കെ അടക്കം. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, ചെറുതായിട്ട് കൂടുമെന്നുള്ളത്. ഇനി എല്ലാവരും വലിയൊരു സംശയം മാറ്റാനാണ് ഞാൻ മെയിനായിട്ട് വന്നത്. ഇത് കത്തിയാണ്. കുറേ പേർക്ക് സംശയമുള്ള കാര്യമാണ്. ഈ കത്തിയൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾക്ക്. ഇങ്ങനെ പൊതിയണമെന്നൊന്നുമില്ല. ഞാൻ ഇത് അപകടം പറ്റാണ്ടിരിക്കാൻ കത്തി ആയതുകൊണ്ട് അപകടം പറ്റാണ്ടിരിക്കും. ഇങ്ങനെ എൻ്റെ ഫേവറേറ്റ് കത്തി ആയതുകൊണ്ട് ഇതിന് ഇതൊന്നുമില്ല, കവറിങ് ഒന്നുമില്ല. ഇത് വെച്ചാൽ ചിലപ്പോൾ കുത്തി കയറി എന്തെങ്കിലും പറ്റും. അതായത് അതിൻ്റെ കൂടിയിരിക്കുന്ന സാധനങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ പറ്റും. അല്ലെങ്കിൽ നമ്മൾ തന്നെ കൈയിടുമ്പോൾ എന്തെങ്കിലും പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പൊതിഞ്ഞ് കിട്ടിയെന്നുള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ടുപോകാം. നിങ്ങളുടെ ലഗേജ് ബാഗിൽ നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഞാൻ ഇത്തവണ കൊണ്ടുപോകുന്നത് ഒരു കുഞ്ഞ് ഇഡ്ഡലി തട്ടാണ്. ഒരു കുഞ്ഞ് ക്യൂട്ട് ഇഡ്ഡലി തട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്കല്ല, ഇത് വേറെ ആൾക്ക് കൊണ്ടുപോകണതാ. അതാണ് നമ്മൾ അബ്രോഡ് പോകുമ്പോൾ വേറൊരു പരിപാടി. നമ്മൾ പോണ വഴിക്ക് നമ്മുടെ സാധനങ്ങൾ മാത്രമല്ല, വേറെ കുറേ ആൾക്കാരുടെ സാധനങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. സ്വാഭാവികം. അങ്ങനെ ഒരുവിധം കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞു. ഇനി ഇത്രയും സാധനങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത്രയും പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് ഫുഡ് ഐറ്റംസ് മൊത്തം ഒതുക്കിയിട്ട് ഡ്രസ്സിലേക്ക് പിടിക്കാനായിരുന്നു. പക്ഷെ അതല്ല അവസ്ഥ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒതുക്കണം. കാരണം ഇത് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചാലേ നമുക്ക് ശരിയാവുള്ളൂ. ഡ്രസ്സ് അവിടെ ഒരു കൂമ്പാരം എടുക്കുന്നുണ്ട്. ഡ്രസ്സാണ് കുറച്ചുണ്ടാവുള്ളൂ. ചെറിയ ഡ്രസ്സ് എന്താ പറയുക, ഇത്രയും ഡ്രസ്സ് ഉണ്ട്. ഇതുണ്ട്, ഈ ഡ്രസ്സ് ഉണ്ട്, പോരാത്തിന് ദീ എടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി ഒതുക്കി എടുത്തിട്ട് വേണം ഒരുമിച്ച് വെക്കാനായിട്ട്. അപ്പം ഇനി അടുത്ത പണി ഡ്രസ്സ് ഒതുക്കൽ. എൻ്റെ പൊന്നു, ഇത് മൊത്തം ഒതുക്കി കഴിയുമ്പോൾ എൻ്റെ ഊപ്പട, ഇത് മൊത്തം ഒതുക്കി കഴിയുമ്പോഴേക്കും ഇന്ന് എൻ്റെ ഊപ്പട ഇളകും. ഉറപ്പാ, ഇത് മൊത്തം ഒതുക്കി കഴിയുമ്പോഴേക്കും ഊപ്പട ഇളകും. 100% ഉറപ്പതേ. അങ്ങനെ നമ്മുടെ ഒതുക്കൽ പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കണോ. എല്ലാം ഒന്ന് ട്രയൽ അടിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരു പെട്ടിയിലേക്ക് എടുത്തിട്ട് നോക്കി. കൊള്ളുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇത് വാരിക്കൂട്ടി വെച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ കൊള്ളുണ്ടെന്ന് ഉറപ്പ് വരുത്തണ്ടേ. ആ പെട്ടിയിൽ ഞാൻ ഡ്രസ്സ് ഒരു ട്രയൽ അടിച്ചു. ഇനിയാണ് മൊത്തത്തിലൊന്ന് എല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട്, എല്ലാം കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാം ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒക്കെ ഒന്ന് സെറ്റായിട്ട് അറേഞ്ച് ചെയ്യണം, അങ്ങോട്ട് ഇളങ്ങാണ്ടൊക്കെ. എൻ്റെ ദൈവമേ, ഡ്രസ്സ് ഇതൊക്കെ വന്നപ്പോഴാണ് കോമഡി. ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ച സാധനമാണ് ഏറ്റവും കൂടുതൽ. തുടങ്ങിയിട്ട് എത്ര നേരം ഇത് ഇപ്പം തീരുന്നു വിചാരിച്ചിരിക്കുന്നു. തീരുന്നില്ല. തളർന്നു. ഞാൻ സത്യം പറയാൻ തളർന്നു. ചൂടാണ് സഹിക്കുക. ഞാൻ വേർക്കണത് പണിയെടുക്കണേക്കാളും കൂടി ചൂടാണ്. നമ്മുടെ നാട്ടിലെ ചൂട് സഹിക്കുക. ഇന്ന് രാത്രി കിടക്കണേക്കാളും മുന്നേ ഇതൊക്കെ എങ്ങനെയെങ്കിലും മലപ്പുറത്ത് നടത്തിയത് മൊത്തം ഇല്ലിത് തീർക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഫൈനലി എല്ലാം ഒതുക്കി കഴിഞ്ഞു എന്ന് ഞാൻ പറയില്ല. ഇനി ഒതുക്കാണ്ട്. പക്ഷേ അത്യാവശ്യം പെട്ടികളൊക്കെ സെറ്റാക്കിയതേ. അത്യാവശ്യം നമ്മുടെ പെട്ടികളൊക്കെ ഒന്ന് അടുത്ത് 2 ഈ 2 പെട്ടികളും സെറ്റാക്കി കഴിഞ്ഞു. പക്ഷേ ഇതോടുകൂടി തീർന്നിട്ടില്ല. ഇനിയുണ്ട് പണി. അതായത് ഇതിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട്. പക്ഷേ എന്തായാലും ഒരു വിധത്തിൽ പറഞ്ഞാൽ പെട്ടി ഒതുക്കി കഴിഞ്ഞു. ഇനി കുറച്ച് സാധനങ്ങൾ എനിക്ക് എക്സ്ട്രാ വെക്കാനുള്ളൂ. വെയിറ്റ് നോക്കിയപ്പോഴും വലിയ പ്രശ്നമില്ല. ഇനിയും സാധനങ്ങൾ വെക്കാം. അപ്പോൾ
നമ്മൾ ഇനി ഒരു ബൈ പറയാനുള്ള സമയമായി. അതായത് നമ്മുടെ ഈ വെക്കേഷൻ കഴിഞ്ഞ് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ബൈ പറയാനുള്ള സമയമായി. ഇനി നമ്മുടെ മീൻപിടുത്തം ഉണ്ടാവില്ല, കുറച്ച് കാലത്തേക്ക് മീൻപിടുത്തം ഉണ്ടാവില്ല. നമ്മുടെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് അറിയാം, നമ്മുടെ മീൻപിടുത്തം ഉണ്ടാവില്ല, നമ്മുടെ വീട്ടിലെ കുക്കിംഗ് ഉണ്ടാവില്ല, വായതൊന്നും ഇത് വിളിച്ച് പറഞ്ഞിട്ടുള്ള എൻ്റെ കുക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു രസത്തിന് ചെയ്യുന്നതാണ് അതൊക്കെ. നിങ്ങളത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര സന്തോഷം. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തുടങ്ങിയ ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ. എനിക്ക് ആഗ്രഹമാണ്, ഞാൻ പണ്ടും പറയാറുണ്ട്, അമ്മ എനിക്കിങ്ങനെ യൂട്യൂബ് ചാനൽ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നൊക്കെ. ചേട്ടനോടൊക്കെ പറയുന്നത്, എല്ലാവരോടും ചേച്ചിയോടും ചേട്ടനോടൊക്കെ പറയുന്നു. എന്താ പറയുക, ഇനി എന്തെങ്കിലും ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നത്തോടുകൂടി വീഡിയോ കട്ടിയില്ല കേട്ടോ. ചിലപ്പോൾ ഈ വീഡിയോ ഇനി ഉണ്ടാവും. ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും എക്സ്ട്രാ പരിപാടികളുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം നമ്മുടെ വീട്ടിലെ ഈ വർഷത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമുക്ക് പോകാനുള്ള സമയമായി. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്നും ഞാൻ പറയുന്ന പോലെ ഒരുപാട് നന്ദി. എന്തെങ്കിലും വേറെ അപ്ഡേഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇനി കൊണ്ടുവരാം. അപ്പം ശരി ട്ടാ.